രക്തസാക്ഷി ദിനാചരണത്തിന് മമതയെ ക്ഷണിച്ച് കോൺഗ്രസ് ജൂലൈ 21 കൊൽക്കത്തയിലെ ഷാഹിദ് മിനാറിൽ കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന ചടങ്ങിലേക്കാണ് മമതാ ബാനർജിക്ക് ക്ഷണം. കോൺഗ്രസ് വിട്ടത് തെറ്റായി പോയെന്ന് പരസ്യമായി അംഗീകരിച്ച ശേഷമാണ് ചടങ്ങിൽ പങ്കെടുക്കേണ്ടതെന്ന് കോൺഗ്രസ് ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബാലു, മമതാ ബാനർജി നിലവിലെ പലതരത്തിലുള്ള ക്ഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും മമതാ ബാനർജി അത്തരത്തിൽ പറ്റിയത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രക്തസാക്ഷി ദിനാചരണത്തിലേക്ക് ചടങ്ങിലേക്ക് പങ്കെടുക്കുമോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലെ ക്ഷണവുമായി ബന്ധപ്പെട്ട് മമതയുടെ ഭാഗത്തുനിന്ന് വൃത്തങ്ങളിൽ നിന്ന് എന്തെങ്കിലും പ്രതികരണം ഉണ്ടാകുന്നുണ്ടോ? എന്താണ് ഈ സംഭവം? പക്ഷേ 1993 മമത യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്ന സമയത്ത് ബംഗാളിൽ നടത്തിയ ഒരു മാർച്ചിലാണ് മാർച്ചിന് നേരെ പോലീസ് വെടിവെപ്പ് ഉണ്ടായിരുന്നു. ആ വെടിവെപ്പിൽ 13 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെടുകയാണ് ഉണ്ടായിരുന്നത്. 1993 ജൂലൈ 21 ആ ദാരുണമായ സംഭവം നടന്നത്. അതിൻ്റെ സ്മരണാർത്ഥമാണ് അന്ന് മുതൽ, അതായത് തൊട്ടടുത്ത വർഷം മുതൽ ഈ രക്തസാക്ഷി ദിനം കോൺഗ്രസ് ആചരിച്ചു വരുന്നത്. 1997 മമത ഈ കോൺഗ്രസ് വിട്ട് സ്വന്തമായി തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ചതിന് ശേഷവും മമതാ ബാനർജിയുടെ നേതൃത്വത്തിലും ഈ രക്തസാക്ഷി ദിനം ആചരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കോൺഗ്രസ് ഈ വരുന്ന ജൂലൈ 21 കൊൽക്കത്തയിലെ ഷാഹിദ് മിനാറിൽ ഈ രക്തസാക്ഷി ദിനം ആചരിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആ ചടങ്ങിലേക്കാണ് ഇപ്പോൾ മമതാ ബാനർജിയെ ക്ഷണിച്ചിരിക്കുന്നത്. നമുക്കറിയാം, മമതാ ബാനർജിയുടെ പാർട്ടിയിൽ വലിയ പ്രതിസന്ധിയാണ് ഉള്ളത്. അതുകൊണ്ട് മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസ് സ്വന്തമായി ഇത്തവണ ഈ രക്തസാക്ഷി ദിനം ആചരിക്കുമോ എന്ന കാര്യത്തിൽ സംശയമൊക്കെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് കോൺഗ്രസ് തങ്ങൾ സംഘടിപ്പിക്കുന്ന രക്തസാക്ഷി ദിനത്തിലേക്ക് മമതാ ബാനർജിയെ ക്ഷണിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ക്ഷണിച്ചപ്പോൾ തന്നെ ഒരു കാര്യം കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട്. 1997 കോൺഗ്രസ് വിട്ട് തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ച നടപടി തെറ്റാണ് എന്ന് മമത പരസ്യമായി പറയണമെന്നാണ് ബംഗാൾ കോൺഗ്രസ് അധ്യക്ഷൻ ശുഭാങ്കർ സർക്കാർ ഇപ്പോൾ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ തെറ്റ് അംഗീകരിച്ചതിന് ശേഷം മമതയ്ക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കാമെന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും മമതാ ബാനർജിയുടെ ഔദ്യോഗിക പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. മമത ഈ ചടങ്ങിൽ പങ്കെടുക്കുകയാണെങ്കിൽ അത് വലിയൊരു, അതായത് മമതയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധത്തിൽ അത് വലിയൊരു നാഴികക്കല്ലായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ ഉപാധി മമത അംഗീകരിക്കുമോ ഇല്ലയോ എന്നാണ് ബംഗാളിലെയും ഡൽഹിയിലെയും കോൺഗ്രസ് നേതാക്കൾ. ചടങ്ങിൽ മമത പങ്കെടുക്കുന്നതിനപ്പുറത്തേക്ക് ഉപാധി വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയൊക്കെ അത് അംഗീകരിച്ചൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു ദിവസമായി രക്തസാക്ഷി ദിനം മാറുമെന്നുള്ളതാണ് ഇതുവരെ